ജെയിംസ് സാർ, ഈ പലസ്തീൻ്റെ കൈവശമുള്ള വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഒരു ഇസ്രായേൽ നീക്കം ഉണ്ടായിരുന്നു. അതിൽ അമേരിക്കയോ അങ്ങനെ 1-2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. 100 രാജ്യങ്ങളൊക്കെ അതിനെതിരാണ്. അതിനോടൊപ്പം ഇന്ത്യ ഒപ്പിടുന്നു എന്നത് പ്രധാനമാണ്. കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ വിരുദ്ധരായ രാഷ്ട്രങ്ങൾക്കൊപ്പം ചേരുന്നതിന് ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരണം എന്താണ്? ഹാഷ്മി, ഇതൊരു പുതിയൊരു സംഭവവികാസമാണ്. 100ഓളം രാജ്യങ്ങൾ ഈ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനെതിരെ മറ്റേ UN ഒപ്പിട്ടിരുന്നു. ഇന്ത്യ അവസാന നിമിഷം ഇന്ത്യ അതിൽ ഒപ്പിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു വാർത്ത. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഫെബ്രുവരി 25-26 തീയതികളിൽ നരേന്ദ്രമോദി ഏതാണ്ട് 9 വർഷത്തിന് ശേഷം ഇസ്രായേലിൽ എത്തുകയാണ്. പ്രത്യേകിച്ച് ഗസയുടെയും ലെബനന്റെയും സിറിയൻ ഇങ്ങനെ തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ അണിനിരക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിനിടയിലാണ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ കയറി ഇസ്രായേലിനെതിരെയുള്ള നീക്കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് പാലസ്തീൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവിടെ ഈ ഒലിവ് മരങ്ങളുടെയും ഈ പാലസ്തീൻ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഒക്കെ വലിയ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. അവിടെ ബോധപൂർവം ഇസ്രായേലി കുടിയേറ്റക്കാരും സൈന്യവും കൂടി അവിടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് ഇസ്രായേലി മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. അതിനെതിരെയാണ് വലിയ നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ. എന്തായാലും യൂറോപ്പ് അടക്കം ഗൾഫ് രാജ്യങ്ങൾ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഇന്ത്യ അടക്കമുള്ള 100ഓളം രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. അമേരിക്കയ്ക്കും തിരിച്ചടിയാണ്. ഇത് എവിടെ ചെന്നെത്തും എന്നറിയില്ല. അപ്പോൾ ഇസ്രായേലിൻ്റെ സംഭവവാസങ്ങൾ വലിയ രീതിയിൽ ലോക രാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ യുദ്ധം നടക്കുമോ എന്നുള്ള ഭീതിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ. അതിനിടയിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഉക്രൈൻ ഇതിൽ ചർച്ച നടന്നെങ്കിൽ ഉക്രൈൻ റഷ്യ ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു ജനീവയിൽ നിന്ന്. അതുകൊണ്ട് ഫെബ്രുവരി 24 4 വർഷം തികയുകയാണ് ഉക്രൈൻ യുദ്ധം തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഹാഷ്മി, പ്രവിത. താങ്ക് യു ജെയിംസ് സാർ, താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇസ്രായേൽ വിരുദ്ധ ചേരിയിൽ ഇന്ത്യ ഒപ്പിടുന്നത്. അടുത്ത ആഴ്ച അവിടെ അങ്ങോട്ട് നമ്മൾ പ്രധാനമന്ത്രി പോവാണ്. അത് ഇസ്രായേൽ ഉണ്ടാക്കുന്ന അമ്പരപ്പ് ചെറുതല്ല. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ഇസ്രായേൽ അനുകൂല രാഷ്ട്രങ്ങളുടെ എണ്ണം തുലവും തുച്ഛമായി ചുരുങ്ങുന്ന കാഴ്ച കൂടി ഈ മണിക്കൂറിലെ ലോകത്തിന്റെ കാഴ്ചയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.